ബഹുമാനികളെ, അപ്പോൾ മയ്യത്ത് നിസ്കാരത്തിന് സ്വഫ് കെട്ടേണ്ടുന്ന രൂപം പറഞ്ഞു. സാധാരണ നിസ്കാരത്തിനൊക്കെ ദിവസേനയുള്ള ഫർള് നിസ്കാരങ്ങൾക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഒരു ഇമാമും ഒരു മഅ്മൂമും ഉള്ളൂ എങ്കിൽ ഇമാമിൻ്റെ നേരെ വലതു ഭാഗത്ത് ഇമാമിൻ്റെ കാലിൻ്റെ ഞെരിയാണിക്ക് ബാക്കിലായും കൊണ്ട് ചേർന്ന് നിൽക്കണമെന്നാണ് മഅ്മൂം നിൽക്കേണ്ടത്. എന്നാൽ മയ്യത്ത് നിസ്കാരത്തിൽ അങ്ങനെയല്ല. മയ്യത്ത് നിസ്കാരത്തിൽ ആകെ ഒരാളേ ഉള്ളൂ എങ്കിൽ ഇമാമിൻ്റെ നേരെ ബാക്കിൽ തന്നെ നിൽക്കണമാണ്. മൂന്നാളുള്ളൂ എങ്കിൽ അതിൻ്റെ ബാക്കിൽ നിൽക്കണം രണ്ടാമത്തെ ആൾ, അതിൻ്റെ ബാക്കിൽ മൂന്നാമത്തെ ആൾ നിൽക്കണം. മൂന്ന് സ്വഫായിട്ട് നിൽക്കുന്നതിൻ്റെ പ്രത്യേകത സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വജബത്ത് ലഹു വജബത്ത് ലഹു വജബത്ത് ലഹു 3 പ്രാവശ്യം പറഞ്ഞു. അവനിക്ക് സ്വർഗം നിർബന്ധമായി പോയി. നിസ്കരിച്ചാൻ പറ്റുന്ന 3 ആളുകളെ 3 കൂട്ടുകാരുണ്ട് കൂട്ടിക്കോ. നല്ല കൂട്ടുകാരാണ്. ആ നല്ല കൂട്ടുകാർക്ക് എല്ലാം നല്ലതാണ്. അവർക്ക് നിസ്കാരത്തിൻ്റെ രൂപങ്ങളറിയാം, അതിലുള്ള ദിക്റുകളറിയാം, അവരെ വിശ്വാസം നല്ലതാണ്, അഖീദ നല്ലതാണ്, നല്ല ഒറിജിനൽ സുന്നികളാണ്. അങ്ങനെയുള്ള നല്ല തൗഹീദിൽ ഉറച്ച് വിശ്വസിക്കുന്ന 3 ആളുകൾ 3 സ്വഫായിട്ട് നിസ്കരിച്ചാൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവർക്ക് സ്വർഗം നിർബന്ധമായി പോയി. വജബത്ത് ലഹു വജബത്ത് ലഹു വജബത്ത് ലഹു, അവനക്ക് സ്വർഗം നിർബന്ധമായി മഗ്ഫിറത്തുണ്ടായി. അല്ലാഹു തആല പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞത്. പിന്നെ 40ൻ്റെ കാര്യം പറഞ്ഞു, 100ൻ്റെ കാര്യവും പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പറയാൻ പോണത് മയ്യത്തിൻ്റെ കൂടെ പോവാം. മയ്യത്തിൻ്റെ കൂടെ പോയിട്ട് മയ്യത്തിൻ്റെ കൂടെ നല്ല പുതിയാപ്പിളറങ്ങലാണല്ലോ, കുളിപ്പിച്ച് ഉഷാറാക്കി മയ്യത്തിനെ കൊണ്ട് പോവുകയാണ്. ആളൊന്നുമില്ലാത്തൊരു മയ്യത്തായി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. പുതിയാപ്പിളിൻ്റെ കൂടെ ആളില്ല, എല്ലാവരും പള്ളിക്ക പോയിക്കുകയാണേ. നല്ലൊരു സുഖമാണത്. കാരണം സമയത്തിന് ലാഭമാണ്. അവിടെ പോയി കെട്ടിക്കണ്ടെന്നൊക്കെ അവർ വിചാരിക്കണത്. അപ്പം പള്ളിക്ക പോയിട്ട് ഇങ്ങനെ തങ്ങി നിൽക്കുക. ജനാസപ്പ വരും. ഇക്കാലത്തിറക്ക 11 മണിക്കാണ് നിസ്കാരം. പരീക്കൊന്നും ആരുമില്ല. പരീയിൽ സ്വന്തം കുടുംബക്കാരും അയലോക്കക്കാരും കുറച്ചേ ഉള്ളൂ. മയ്യത്ത് കട്ടിലിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ അനുഗമിക്കാൻ ആളുകൾ തീരെയില്ല. എന്നാൽ അനുഗമിക്കുന്നതിൻ്റെ പോരിശയും മറ്റും പറയുന്നത് കേട്ടാൽ നമ്മൾ അതിന് നിൽക്കും. മുതാബഅത്തുൽ ജനാസ, ജനാസയെ അനുഗമിക്കുക, ജനാസിൻ്റെ പിന്നിൽ പോവുക. എന്താണ് പറഞ്ഞറിയാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റാഹത്തോടു കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. മയ്യത്തിൻ്റെ കൂടെ പോയാൽ അവൻ്റെ മയ്യത്തിൻ്റെ കൂടെ ചെന്നിട്ട് മയ്യത്തിൻ്റെ നിസ്കാരത്തിൽ പങ്കെടുത്ത് മറമാടുന്നത് വരെ വഫീ റിവായത്തിൽ ബുഖാരി ഇമാമിൻ്റെ റിപ്പോർട്ടിലുണ്ട്, മനിത്തബഅ ജനാസത്ത മുസ്ലിമിൻ, മുസ്ലിമായ മനുഷ്യൻ്റെ ജനാസയെ അനുഗമിക്കുക, ഈമാനൻ വഹ്തിസാബ. നമ്മൾ ഈമാനൻ വഹ്തിസാബ എന്നുള്ളത് തറാവീഹ് നിസ്കാരത്തിൻ്റെ കൂടെ അവിടെ പറയുന്നുണ്ട്. ഒരാൾ തറാവീഹ് നിസ്കാരം ഈമാനോടുകൂടെയും ഇഹ്തിസാബോടുകൂടെ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടുകൂടെയും പടച്ചോനേക്ക് നിന്നുള്ള കൂലി ആഗ്രഹിച്ചുകൊണ്ടു എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ആവണം. വിശ്വാസത്തോടുകൂടെയും പടച്ചോനേക്ക് നിന്ന് കിട്ടുന്ന കൂലി ആഗ്രഹിച്ചുകൊണ്ടും ഒരു ജനാസയെ ഒരാൾ പിന്തുടർന്നു. വകാന മഅഹു, ആ മയ്യിത്തിന്റെ കൂടെ അവൻ ഉണ്ടായി, ഹത്താ യുസല്ലി അലൈഹ, നിസ്കാരവും അതുപോലെ തന്നെ അതിൻ്റെ ശേഷം ദഫനും, മറമാടൽ കുഴിക്ക് വെച്ചു. മറമാടുന്ന അതുവരെയും പോയി. മറമാടലും കഴിഞ്ഞിട്ട് ഫഇന്നഹു യർജഉ, തീർച്ചയായും ആ മനുഷ്യൻ മടങ്ങിപ്പോകുന്നത് മിനൽ അജ്രി, നല്ലൊരു കൂലിയും കൊണ്ടാവും ഇപ്പോൾ മടങ്ങിപ്പോണത്. കൂലി ഇവിടുന്നൊന്നും കിട്ടൂല യൂസുവാക്ക. കൂലിയൊക്കെ അവിടുന്ന് പടച്ചോൻ ഭാഗത്തു നിന്നാ കിട്ടുക. ഇവിടുന്നുള്ള കൂലി കിട്ടണം എന്നുള്ള ആഗ്രഹിച്ചുകൊണ്ടല്ല. ഇവിടുന്നാണ്ട് പോയി കെട്ടും കെട്ടി 3 പൊതിയിലാക്കി മണ്ണിൽ പോയി മഹ്ശറിലെത്തി അവിടുന്നുണ്ട് കൂലി കൊടുക്കുന്നൊരു ദിവസം. മാലിക് യൗമിദ്ദീൻ, ഫാത്തിഹ സൂറത്തിൽ നമ്മൾ പറയും മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ എന്നതിൻ്റെ അർത്ഥം. പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനായ റബ്ബ് അവിടുന്ന് കൂലി കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം മനുഷ്യന്മാർ ആഗ്രഹിക്കും, അല്ലാ ഇത്ര പോലും അമലൊന്നും ഞാൻ ചെയ്തില്ലല്ലോ പടച്ചോനെ, ഇത്ര വലിയ കൂലിയൊക്കെ എടുത്തുവെച്ച് ഞാൻ എന്താ ചെയ്തത്?
അവിടുന്ന് പറയും. സംഗതി ചെറുതേക്കാരെ, കൂലിയോ പെരുത്ത കൂലിയാണ്. എന്താ ഇതിന്റെ കൂലി പറയണേ? ബിഖീറാത്തൈൻ, 2 ഖീറാത്ത് കൂലിട്ട് മയ്യത്തിന്റെ കൂടെ ചെന്ന് നിസ്കരിച്ച് മറമാടലും കഴിഞ്ഞ് ആ മണ്ണൊക്കെ ഇട്ട് അങ്ങനെ തിരിച്ചു പോരുമ്പോ മൂപ്പർക്ക് കിട്ടിയതെന്താ? 2 ഖീറാത്ത് കൂലിയാണ്. കുല്ലു ഖീറാത്തിൻ, ഓരോ ഖീറാത്തിന്റെയും വലിപ്പം കൂടിയും പറഞ്ഞ് ക്ലാസ് നിർത്താം. ഓരോ ഖീറാത്ത് പറഞ്ഞാൽ എന്താ? മിസ്ലു ഉഹുദ്, ഉഹുദ് മലയോളം വലിപ്പമുള്ള കൂലിയാണ്. ഉഹുദ് മലയോളം വലിപ്പമുള്ള കൂലി. ഉഹുദ് മല കണ്ടുകണാ? സ്ഥലം കണ്ടുകണാ? അള്ളാഹു കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉഹുദ് മല സംഭവ, ആ ഉഹുദ് മലയോളം വലിപ്പമുള്ള കൂലി എന്നുള്ള ഹദീസിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടാൽ, ഉഹുദ് മലയോളം സ്വർണം അങ്ങനൊക്കെ ഹദീസിലുണ്ട്. ഉഹുദ് മലയോളം വലിപ്പമുള്ള കൂലി കിട്ടാൻ നിസ്കരിച്ചുകൊണ്ട് കാര്യമില്ല, ഖബറിങ്ങലും പോകണം. ഖബറിങ്ങ പോയിട്ട് മൂടലും കഴിഞ്ഞ് തിരിച്ചു പോരണം. എന്നാൽ പിന്നെ ഒരാൾക്ക് തിരക്ക, നിസ്കരിച്ചാനേ ഉള്ളൂ. അത് മൂപ്പരെ ഡെയിലി പരിപാടിയാണെങ്കിൽ നിർത്തണം. എല്ലാ മരിച്ചോടത്തും പോകും. നിസ്കരിച്ചാൻ കൂടിക്കാണ്ട് മൂപ്പര് മാസലാം ഒരു പോയി, ഖബറിങ്ങൾക്ക് മൂപ്പരില്ല. അങ്ങനത്തെ ഒരു ദുസ്വഭാവമാണെങ്കിൽ അത് നിർത്തണം. നിസ്കരിക്കും വേണം, ഖബറിൻ്റെ അടുത്തും പോകണം. എന്നാൽ ഈ 2 ഖീറാത്ത് കൂലിയും കൊണ്ടുപോകാം. ഒമൻ സല്ല അലൈഹ, നിസ്കരിച്ചു ഖബറിലേക്ക് പോയില്ല. സുമ്മ റജഅ, പിന്നെ മൂപ്പര് മടങ്ങിപ്പോയി. എന്നാൽ ഖബല അൻ തുദ്ഫന, മറമാടുന്നതിൻ്റെ മുമ്പ് തന്നെ മടങ്ങിപ്പോയാലും നിരാശപ്പെടണ്ട. ഫഇന്നഹു യർജഉ ബിഖീറാത്ത്, 1 ഖീറാത്ത് കൂലിയും കൊണ്ടാവും മടങ്ങിയത്. സയ്യിദുനാ റസൂലുള്ളാഹി. 1 ഖീറാത്ത് പറഞ്ഞാൽ ഉഹുദ് മലയോളം വലിപ്പമുള്ള ഒരു കൂലി എന്നാണ്. അപ്പോൾ 2 ഖീറാത്തിൻ്റെ ആളുകളാകണം നമ്മൾ. ഈ നിക്കർച്ചീൻ്റെ കൂലിയൊന്നും ചിലപ്പോൾ പടച്ചവൻ്റെ ഒന്നും കിട്ടിയില്ലെങ്കിലേ അതിൻ്റെ കൂലിയിലും കിട്ടട്ടെ. ഒരു സംശയമാക്കണ്ടേ, മൂപ്പരാര് മരിച്ചാലും അവിടെ എത്തും. അത് നാട്ടിൽ അറിയപ്പെട്ട ആളായാലും അറിയപ്പെടാത്ത ആളായാലും പറ്റ ലൈഫായാലും ഒക്കെ അവിടെ എത്തും. മൂപ്പർക്കൊരു സ്കോർപ്പിയോ ഉണ്ട് പണ്ട്, അതും കൊണ്ടാണ് പോകും. മഹലിലായാലും മഹലിൻ്റെ അപ്പുറത്തായാലും. ഇപ്പം എന്താ അംശമൊക്കെ നിങ്ങൾ ഇങ്ങനെ എല്ലായിടത്തേക്കും പോകണമെന്ന് വെച്ചപ്പോൾ അതൊരു ഹദീസ് ക്ലാസ് കേട്ടതാണ്. 2 ഖീറാത്തിൻ്റെ കൂലി കിട്ടുമെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ അയിമ പിടിച്ചു തുടങ്ങി. 2 ഖീറാത്തിൻ്റെ കൂലി കിട്ടുമെന്ന് ആ ക്ലാസ്സിൽ കേട്ടപ്പോൾ പിന്നെ അയിമ പിടിച്ചു. അതൊരു പ്രവർത്തനമാണ്. അൽഹംദുലില്ലാ. അങ്ങനെ ചെറിയ ഇൽമ് ക്ലാസ്സിലൊക്കെ കേട്ടിട്ട് അയിമ പിടിച്ച് തൂങ്ങുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റബ്ബേ, ഞങ്ങളെല്ലാവരും സാധുക്കളാണ്, ലൈഫാണ്, ളുഅഫായിങ്ങളാണ്, പാവങ്ങളാണ്. റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. പ്രഭാത സമയത്തുള്ള നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ ഖായിബാക്കി മടക്കല്ല അല്ലാഹ്. യാ റബ്ബി യാ അല്ലാഹ്, ഞങ്ങൾക്കൊക്കെ ഈമാനികമായ ആവേശം ഉണ്ടാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിൻ്റെ ഉള്ളറ നീ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ശരീരത്തിനും മനസ്സിനും ആഫിയത്ത് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് ഖൈറായ മുറാദുകളുണ്ട്, എല്ലാം നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഒരുപാടുണ്ട്. ഉമ്മമാർ, സഹോദരിമാർ, ഉപ്പമാർ, സഹോദരന്മാർ, കൂട്ടുകാർ, കുടുംബക്കാർ, പലരും പല വിഷയത്തിലും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും അവരവരുടേതായ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഓതി ഇങ്ങനെ പറഞ്ഞതിൻ്റെ ശേഷമുള്ള ദുആ കൊണ്ട് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. യാ റബ്ബി യാ അല്ലാഹ്, ഞങ്ങളെ സഹോദരിമാരുടെ ഹെൽപ്പുകളെ കൊണ്ട് കസേരകളിൽ ഇവിടെ എത്തിക്കഴിഞ്ഞു. നല്ല സന്തോഷമുള്ള ഇരുത്തം, നല്ല റാഹത്തുള്ള സദഖകൾ, അവരുടെ നീറുന്ന വേദനകളും യാതനകളും ബുദ്ധിമുട്ടുകളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, മര്യാദയ്ക്കൊന്ന് നിന്ന് നിസ്കരിക്കാനും ഇരുന്ന് നിസ്കരിക്കാനും ഒന്നും കഴിവില്ലാതെ ഊരവേദന കൊണ്ട് പൊളയുന്നവരുണ്ട്, പല വേദനകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഷാഫിയായ റബ്ബേ, നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ശരിക്ക് നടക്കാൻ കഴിയാത്തവരുണ്ട്, നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. യാ റബ്ബി യാ അല്ലാഹ്, ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് തുടക്കം മുതൽ ഇന്നോളം വരെ സഹകരിച്ച മുഴുവൻ ആളുകളെയും നീ പരിഗണിക്കണേ അല്ലാഹ്. അവരുടെ സ്വതക്കകൾ കൊണ്ട് അവർക്ക് നീ ഉന്നത വിജയങ്ങൾ നൽകണേ അല്ലാഹ്. സകലമാന ആഫാത്ത് ആഹാത്ത് മുസീബാത്തിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ കത്തിവെക്കുന്നൊരു രോഗം ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. ശരീരത്തിൽ നിന്ന് അവയവം മുറിച്ചു മാറ്റുന്ന രോഗം
രോഗം തരല്ല അല്ലാ. പടച്ചോനെ, കിഡ്നിക്ക് തകരാറ് മൂലം മാറ്റിവെക്കാൻ വേണ്ടി ലക്ഷങ്ങൾ പിരിവെടുക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ. യാ റബ്ബി യാ അല്ലാ, ഞങ്ങളുടെ ബോഡിക്ക് നീ നല്ല പ്രൊട്ടക്ഷൻ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ജീവിതമാർഗത്തിന് വേണ്ടി തന്ന ജോലികൾ പലർക്കും പല ജോലികളാണ് റബ്ബേ. അതിലൊക്കെ നീ ബറകാത്തുകൾ ചൊരിയണേ അല്ലാ. വിശുദ്ധമായ റജബിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഖൈറായ ഇണകളെ നമ്മുടെ മക്കൾക്കൊക്കെ നീ നൽകണേ റഹ്മാനെ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയുനാ ഫിദ് ദുനിയാ വൽ ആഖിറ. തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ. പടച്ചോനെ, മരിച്ചുപോയ ഞങ്ങളെ ഉപ്പാര്, ഉമ്മാര്, സഹോദരന്മാർ, സഹോദരിമാര്, വല്ലിപ്പമാര്, വല്ലിമ്മമാര്, റഹ്മാനായ റബ്ബെ, അവരൊക്കെ ഇന്ന് ഖബറിലാണ്. അവർക്ക് നല്ല തണുപ്പേകുന്ന ഒരു വരുമാനമായി ഞങ്ങളെ പ്രാർത്ഥനയുടെ ഫലങ്ങൾ നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസ്വല്ലി അലാ ജമീഉൽ അംബിയാ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാസാന്ത ബദർ മൗലിദിന്റെ മജ്ലിസിലേക്ക് ഭക്ഷണത്തിന് അരി നമ്മൾ തങ്ങൾ പാപ്പാൻ്റെ വീട്ടിൽ നിന്ന് ഏറ്റിട്ടുണ്ട്. ഇറച്ചിക്ക് ഒരു 1000 റുപ്യ കിട്ടിയിട്ടുണ്ട്. വേറെ 313 കിട്ടിയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നിയ്യത്ത് ഉണ്ടെങ്കിൽ തരണമെന്ന് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.